നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തവ. എല്ലാവർക്കും ഇടവന വേദസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2024 നല്ല ആത്മവിശ്വാസവും ധൈര്യമൊക്കെ വന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ്. അതുപോലെ തന്നെ അവരുടെ കരിയറിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ അവർക്ക് കരിയറിൽ കത്തിജ്വലിക്കാൻ സാധിക്കും. സുപ്പീരിയേഴ്സൊക്കെ അവർക്ക് നല്ല സപ്പോർട്ടായിട്ട് വരും. ഏതെങ്കിലും രീതിയിലുള്ള അഹങ്കാര സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റുന്നത് വളരെ നല്ലതാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ കുടുംബസ്വത്തായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ലത്. നമുക്ക് പുതിയ സൗഹൃദങ്ങൾ കിട്ടും. അപ്പോൾ ആ പുതിയ സൗഹൃദങ്ങൾ വരുമ്പോൾ അത് ഓവർ അറ്റാച്ച്മെൻറ്റ് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കുന്നത് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ലതല്ല. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികം വരവുണ്ടാവും. പക്ഷേ ആ സാമ്പത്തിക വരവുണ്ടാകുമ്പോൾ നഷ്ടപ്പെടാതിരിക്കാൻ സേവിങ്സ്, ഒരു സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതും നല്ലതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു അഹങ്കാര സ്വഭാവം അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിലും അത് മാറ്റി വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. അതുപോലെ തന്നെ അയൺ സംബന്ധപ്പെട്ടും കെമിക്കലായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഹൈ പ്രോഫിറ്റ് കിട്ടാനും കൂടെ അനുയോജ്യമാണ്. രാഷ്ട്രീയ മേഖലകളിലൊക്കെ നല്ല നല്ല സപ്പോർട്ട് കൂടുതൽ ലഭിക്കും. പക്ഷേ അവരുടെ വർത്തമാനം കൊണ്ട് തന്നെ, അല്ലെ അവരുടെ ചില അഹങ്കാര സ്വഭാവം കൊണ്ട്, അല്ലെ ഫോണിൽ കൂടെ സംസാരിക്കുന്ന ചില ഹാഷ് വേർഡ്സ്, ഒരു വളരെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് തന്നെ അവർ തന്നെ വിനയായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് സംസാരം വളരെ കെയർഫുള്ളായിട്ട് വേണം. നമ്മൾ തന്നെ വിനയായിട്ട് വരുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. കലാരംഗത്തും മീഡിയ രംഗത്തും ഉള്ളവർ, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവർ നന്നായിട്ട് അവരുടേതായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവരുടെ കഴിവ് തെളിയിച്ച് കാണിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല അവസരങ്ങൾ രണ്ടാമതും വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാരായ കുട്ടികൾക്ക് ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ഉപദേശം ഒരു കാരണവശാലും അവഗണിക്കരുത്. തീർച്ചയായിട്ടും ആ ഉപദേശം ഉൾക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസം ചെയ്ത് മുന്നോട്ട് പോകണം. വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ഷമ വളരെ അത്യാവശ്യമാണ്. ആരോഗ്യ സംബന്ധമായിട്ട് ഷോൾഡർ പെയിൻ, കഴുത്ത്, കാൽമുട്ട് തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേണ്ട ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുത്ത് ഗണവിഭാവനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.